നിനക്കും മേഘനയ്ക്കും ഇടയിൽ നടക്കുന്ന മത്സരത്തിൽ ഇനി അവൾ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കുതിക്കാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. അവളെ തോൽപ്പിക്കാൻ മമ്മിയുടെയും ഡാഡിയുടെയും ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറി നീ പ്രയോജനപ്പെടുത്തണമെന്നാ ചെറിയമ്മ ഉദ്ദേശിച്ചത്. എക്സാക്ട്ലി. ബട്ട് ആ മേഘനയെല്ലാം കൃത്യമായിട്ട് ചെയ്ത അരുണിമാന്റിയുടെ മനസ്സില് മേഘനയോടുള്ള സ്നേഹവും ആദരവും ഇനിയും കൂടുകയല്ലേ ഉള്ളൂ. മേഘനയുടെ ഓരോ നീക്കത്തിലും തടസ്സങ്ങൾ ഉണ്ടാക്കാനും അതൊക്കെ നശിപ്പിക്കാനും അല്ലേ നമ്മൾ 3 പേരും ഉള്ളത് മഞ്ജരി. യു ആർ റൈറ്റ് ആന്റി. സോ ഇൻഡയറക്റ്റ് ആയിട്ട് മിഥുനിപ്പം നിനക്ക് ഹെൽപ്പ് ചെയ്തിരിക്കല്ലേ? കറക്റ്റ് ആന്റി. അതെന്റെ തലയ്ക്കകത്ത് ശരിക്കും അങ്ങ് കത്തിയില്ല. നീ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളൊന്നും അല്ലല്ലോ മഞ്ജരി. എന്റെ ഏട്ടനെ അടിച്ചു മാറ്റിയ ബുദ്ധിയല്ലേ. അപ്പൊ പിന്നെ പറയാനുണ്ടോ? യു ആർ ഗ്രേറ്റ് മഞ്ജരി. പാവം, എനിക്കിപ്പോ ദേഷ്യായിരിക്കുമെന്ന് കരുതി നിന്റെ ഏട്ടനിപ്പോ അവിടെ പെടയുന്നുണ്ടാവും. അവന് ഞാനൊരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കട്ടെ. മിഥുൻ, ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. നാളത്തെ ഫംഗ്ഷൻ എങ്ങനെയെങ്കിലും അടിപൊളിയാക്കണം. എന്താണ് പരിപാടി? കാണുമ്പോ നിനക്ക് നാളെ എക്സാം ഉള്ളതുപോലെയാണല്ലോ. എക്സ്ട്രീം ലെവലിലുള്ള പ്രിപ്പറേഷൻ കണ്ടിട്ട്. എക്സാം ഒന്നുമല്ല, നാളെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഞാൻ ഒറ്റയ്ക്ക് നടത്തിക്കൊള്ളാന്ന് പറഞ്ഞിരുന്നതല്ലേ. അതിനു വേണ്ട പ്ലാനിങ്സും പ്രിപ്പറേഷനും എല്ലാം നടത്തണ്ടേ? അവസാനത്തേക്ക് വെച്ചാൽ ശരിയാവോ? അതുകൊള്ള. മേഘനെങ്ങാനും കണ്ടു കാണോ? മിഥുൻ, ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. എന്റെ ദൈവമേ, അവള് കേട്ടില്ലാന്ന് തോന്നുന്നു. ആദ്യം മഞ്ജരിയുടെ പേര് മാറ്റിയിടണം. എന്ത് പേരായിടണ്ടേ? മൈ ഫോർ എവർ. ഇനി ഇതാരാണെന്ന് അവള് കണ്ടുപിടിക്കില്ല. ആനിവേഴ്സറി സെലിബ്രേഷന്റെ കാര്യത്തില് മഞ്ജരിക്ക് എന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. അവളെ എങ്ങനെയൊന്ന് കൂൾ ചെയ്യാ? എന്താ ഇപ്പൊ ചെയ്യാ? മഞ്ജരിക്ക് വേണ്ടി വാങ്ങിയ ലുട്ടാപ്പി മേഘനയുടെ അടുത്തായി. സോ മഞ്ജരിക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും. മിഥുൻ, മേഘന നാളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട ആളാ. മഞ്ജരി എന്നും നിന്റെ കൂടെ ജീവിക്കേണ്ട ആളാ. ഡോണ്ട് തിങ്ക് ടു മച്ച്.
ഇവരെ കിട്ടിയാൽ ഉടനെ ഒരെണ്ണം മഞ്ജരിക്ക് കൊടുക്കണം. മിഥുനേട്ടൻ ഓൺലൈനിൽ എന്തോ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായിരിക്കും ഇത്? ഹായ് ഏട്ടത്തി. ഹായ് സഞ്ജു. ഏട്ടത്തി എന്ത് ചെയ്യോ? നാളത്തെ ആനിവേഴ്സറി സെലിബ്രേഷന് എന്തൊക്കെയാ വേണ്ടെന്ന് നേരത്തെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാന്ന് കരുതി. നീ എന്താ പതിവില്ലാതെ ഇവിടേക്കൊക്കെ? ഒന്നുമില്ല ഏട്ടത്തി. ഏട്ടത്തി ഒറ്റയ്ക്ക് എങ്ങനെ എല്ലാം ചെയ്യാൻ പോകുന്നേ? അതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് ചോദിക്കാൻ വന്നത്. തീർച്ചയായിട്ടും സഞ്ജന. അങ്ങനെ ചോദിച്ചു മേടിക്കേട്ടത്തി. അതുകൊണ്ടല്ലേ ഞാൻ ശരിയെന്ന് പറഞ്ഞ. വാവ്, ലവ് ബാൻഡ്സ് അടിപൊളിയായിട്ടുണ്ട്. ഇതെന്താന്ന് നിനക്കറിയോ സഞ്ജന? എന്നെന്താന്ന് പറഞ്ഞേ? ഇതിന് ലവ് ബാൻഡ്സ് എന്നാ പറയാറ്. ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര്, അത് ലവേഴ്സ് ആയാലും പാർട്ട്നേഴ്സ് ആയാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും, അവര് രണ്ടുപേരും ഇതിൽ ഓരോന്നിടും. ഇതെപ്പോഴും അവരുടെ കൈകളിലുണ്ടെങ്കിൽ ഒരിക്കലും വേർപെട്ടു പോയില്ലെന്നാ ഇപ്പോഴത്തെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തരാനായിരിക്കും മിഥുനേട്ടൻ ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തു പറ്റി ഏട്ടത്തി പെട്ടെന്ന് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ? ഒന്നുമില്ല സഞ്ജന, മിഥുനേട്ടൻ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ ബുക്ക് ചെയ്തെന്നോ? അതെ സഞ്ജു. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ ഇത് മഞ്ജരിക്ക് കൊടുക്കാൻ ബുക്ക് ചെയ്തതാ. പാവം മേഘനേട്ടത്തി ഇത് തനിക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. ശ്ശെ, ഒരു കാര്യമില്ലാതെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. നാളെ ഏട്ടനിത് ഏട്ടത്തിക്ക് കൊടുക്കാതാവുമ്പോ പാവത്തിന് വിഷമാവില്ലേ? എന്നാ ശരി മേഘനേട്ടത്തി, ഞാനെന്നാ പോയിക്കോട്ടെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. ആയിക്കോട്ടെ സഞ്ജു. ഒന്ന് ആഞ്ഞു പിടിക്ക്, സമയം ഒത്തിരിയായി. ഓക്കെ മാഡം. ഇതുവരെ ആ റൂമിൽ തുടങ്ങിയിട്ട് പോലുമില്ല. കൃഷ്ണ, പറഞ്ഞ പോലെ ആ സെറ്റപ്പ് ഒക്കെ അവിടെ ശരിയാക്കിക്കോ. ഓക്കെ മാഡം. ഇവിടെ ജമന്തി പൂവിന്റെ ഒരു തോരണം തൂക്കിയിട്ടേ. അത് മാത്രമല്ല, ആ പൂക്കളെ സ്റ്റാൻഡ് അവിടെ വെച്ചാൽ മതി. ശരി മാഡം. നോക്കിക്കോ മഞ്ജരി, മലയോളം ഭാരം സ്വന്തം ചുമരിൽ ചുമക്കുവാണെന്ന് ഭാവിച്ചുകൊണ്ടുള്ള അവളുടെ ബിൽഡപ്പ് കണ്ടില്ലേ? അത് ശരി ആന്റി. ഉത്തമയായ മരുമകൾ എന്ന ബിരുദം നേടാൻ ഭീഭത്സമായി കഷ്ടപ്പെടുകയല്ലേ? കഷ്ടപ്പെടട്ടെ. കുറച്ചു കഴിയുമ്പോ ഇത്രയും ബുദ്ധിമുട്ടിയത് വെറുതെ ആയല്ലോ എന്നറിയുമ്പോ അവള് തന്നെ ഒരു മൂലക്കിരുന്ന് മൂങ്ങിക്കോളും. അരുണമ്മ ചേച്ചിയുടെ മുൻപിൽ മേഘനയ്ക്ക് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ നമ്മൾ ഉണ്ടാക്കുമെന്ന് അറിയാതെ ആ പാവത്തിന്റെ ഈ പ്രകടനം മുഴുവൻ. ഓക്കെ മാഡം. വാവ്, ഏട്ടത്തി തകർത്ത് കളഞ്ഞല്ലോ ഏട്ടത്തി. ഏട്ടത്തിന്റെ പ്ലാനിങ് കണ്ട് വലിയ എന്തായാലും ഫ്ലാറ്റ് ആവും. ഡെക്കറേഷൻസിനൊക്കെ നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടല്ലോ ഏട്ടത്തി. താങ്ക് യു സഞ്ജന. ഓൾമോസ്റ്റ് എല്ലാം കഴിയാറായെന്ന് തോന്നുന്നല്ലോ. കുറച്ച് മിനുക്ക് പണികൾ കൂടിയുണ്ട്. അങ്ങോട്ട് നോക്കി, അവിടെയാണ് അച്ഛനും അമ്മയും കേക്ക് കട്ട് ചെയ്യേണ്ടത്. അതിനു മുന്നേ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടില് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്താലോ എന്ന് ആലോചിക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഐഡിയാസ് ആണോ ഏട്ടത്തി? ഞാൻ എന്റെ ചിന്താലോകത്തൊന്ന് വിഹരിച്ച അത് ഉറവ പോലെ പൊട്ടിയിങ് വരും. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്താ മേഘനെ, രാത്രി മുഴുവൻ ഉറക്കൊളച്ചിരുന്ന് തല പുണ്ണാക്കിയിട്ടുണ്ടെന്ന് തോന്നല്ലോ. ഒരു 2 തലയും കൂടി വേണമെന്നാ പറയുന്നത്. അല്ല, കുറച്ചു നേരത്തേക്ക് ആ തലയൊന്ന് വാടകയ്ക്ക് തരുമോ? വൈ നോട്ട്? എന്തെങ്കിലും ഐഡിയ വേണമെങ്കിൽ ചോദിച്ചാ മതി. എന്നാൽ അങ്ങനെ ഒരു കാര്യം മാത്രം ചോദിക്കാം.
ഇവിടെയാണ് വല്യച്ഛനും വല്യമ്മയും കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്പെഷ്യൽ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ട്. എന്ത് ചെയ്താ നന്നാവുന്ന നീ തന്നെ പറ. ആഹാ, ഐ വിൽ ഗിവ് യു എ ഗുഡ് ഐഡിയ. ഇവിടെ എല്ലാ നിറത്തിലുള്ള പൂക്കളും കൊണ്ടുവന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അവിടെ എവിടെയായി സ്റ്റിക്ക് ചെയ്യണം. നല്ല രസമായിരിക്കും. കേട്ടിട്ട് എന്ത് തോന്നുന്നു മേഘനെ? എല്ലാ കളറും കൂടി സ്റ്റിക്ക് ചെയ്താ കാണാൻ കുട്ടികളുടെ കിൻഡർ ഗാർഡൻ പോലെ ഉണ്ടാവും. ഏതെങ്കിലും 2 കളേഴ്സ് ഓക്കെ. എക്സാമ്പിൾ യെല്ലോ ആൻഡ് ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താ ഒരു തീം ഫീൽ ഉണ്ടായിരിക്കും. നിനക്കിതിനെ കുറിച്ച് വിവരമില്ലാത്തോണ്ടാ മേഘനെ. എന്റെ എക്സ്പീരിയൻസിൽ പറയുകയാണ്. കൂടുതലൊന്നും ചിന്തിക്കണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോ. കണ്ണിന് ഇമ്പമുള്ളത് കണ്ടെത്താനായിട്ട് എക്സ്പീരിയൻസ് വേണമെന്നില്ല, ചിന്താശക്തി ഉണ്ടായാൽ മാത്രം മതി. പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്ക് പോലും തെറ്റുപറ്റാറില്ലേ? ഓക്കെ 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 ഇക്കാര്യത്തിൽ നമുക്കൊരു തേർഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് തോന്നുന്നു. ആ വല്യേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താടാ? ഇവിടെയാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്പെഷ്യൽ ഡെക്കറേഷൻ വേണം. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഏതാ ബെറ്റർ എന്ന് ഏട്ടൻ പറ. ആദ്യം നീ ഓപ്ഷൻസ് എന്താണെന്ന് പറ. ആദ്യത്തേത് എല്ലാ നിറത്തിലുള്ള പൂക്കളും കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് യെല്ലോ ആൻഡ് ഓറഞ്ച് കളർ മാത്രം ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യണം. ഏതാ ബെറ്റർ ആയിരിക്കും? എല്ലാ നിറത്തിലുള്ള പൂക്കളാവുമ്പം കാണാനൊരു രസമൊക്കെ ഉണ്ടാവും, ബട്ട് അത് കിഡിഷായിരിക്കും. യെല്ലോ ആൻഡ് ഓറഞ്ച് മാത്രം ഉപയോഗിച്ച ഡീസന്റ് ആൻഡ് ഡിഗ്രിഫൈഡ് ആയിട്ട് തോന്നും. എക്സാക്ട്ലി വല്യേട്ടാ. ഏട്ടൻ രണ്ടാമത് പറഞ്ഞത് ഏട്ടത്തിയുടെ ഐഡിയ ആയിട്ട് കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൾ കളർ ഫ്ലവേഴ്സ് ആരുടെ ഐഡിയ? ഏട്ടന്റെ ടേസ്റ്റുമായി മാച്ച് ചെയ്യാത്ത ആ ഐഡിയ പറഞ്ഞു തന്നത് മഞ്ചരിയാണ് വല്യേട്ടാ. എന്റെ ഭഗവാനെ, മഞ്ചരിയ പറഞ്ഞെന്നറിയാതെ മറ്റത് ചൂസ് ചെയ്യുകയും ചെയ്തല്ലോ. വലിയേട്ടാ, ഏട്ടനൊരു ഫയൽ കീർത്തന മേഡത്തെ ഏൽപ്പിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ഞാനത് കൊണ്ട് കൊടുത്തിട്ട് വരാം. ചേച്ചി, അരുണിമ ആന്റിയുടെ മാരേജ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? നടക്കുന്നുണ്ട് ചാരു. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അതിന്റെ തിരക്കിലാ. എല്ലാം എന്റെ ഐഡിയ അനുസരിച്ചാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആന്റി അങ്കിളും ചേച്ചിയുടെ അറേഞ്ച്മെന്റ്സ് കണ്ട് ഞെട്ടണം കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ആയിരിക്കണം. എനിക്കറിയാവുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ചാരു, കേക്കുന്നുണ്ടോ? ആ ഉണ്ട് മേഘനേച്ചി. ആരോ കാറിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആരാ നോക്കുമായിരുന്നു. ചാരു, ഇത് നമുക്ക് പരിചയമില്ലാത്ത നാടാ. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാൻ നോക്കിക്കോളാം ചേച്ചി. ഞാനൊരു ഓട്ടോ നോക്കുമായിരുന്നു. കിട്ടിയ ഉടനെ കേറി പൊക്കോളാം. നീ സൂക്ഷിക്കണേ ചാരു. ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങിക്കേ. ചാരു, നീ ഇവിടെ ഉള്ളവരോടൊന്നും വഴക്കിന് നിക്കണ്ട. പറയുന്നത് കേക്ക് ചാരു. നിന്നോടാ ചോദിച്ചു കേട്ടില്ലേ? പുറത്തേക്ക് വാടാ. നീയായിരുന്നോ? ഞാൻ തന്നെയാണ്. ചാരു, വേറെ ആരാവൻ? ചേച്ചിയുടെ പുന്നാരനിയൻ വിവേക് തന്നെ. വിവേകായിരുന്നല്ലേ? മറ്റാരോ ആണെന്ന് കരുതി ഞാൻ വല്ലാണ്ട് പേടിച്ചു. ശരി, എന്നാ ഞാൻ ഫോൺ വെച്ചോട്ടെ. എന്തിനാണാവോ കയ്യിൽ ചെരുപ്പെടുത്ത്? തല്ലാനായിരിക്കുമല്ലേ? ചെരുപ്പ് കൈ പിടിക്കാനുള്ളതല്ല കുട്ടി, അത് കാലമിടാനുള്ള സാധന. എന്റെ പുറകെ പൂച്ചയെ പോലെ വന്നാ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? കപ്പല് പോലത്തെ കാറിൽ ഞാൻ പുലിയെ പോലെ വന്നപ്പോ പൂച്ചയായിട്ട് താരതമ്യം ചെയ്യുന്നു. ആഹാ, അങ്ങയുടെ ഈ നെത്തോലി പോലത്തെ ആകാര ഭംഗിക്ക് പുലി ഒട്ടും സൂട്ടാവുന്നില്ല. വല്ല അട്ടയോ പഴുതാരയോ ആവാം. പുലി അല്ലെങ്കിൽ സിംഹ ആയാലോ? തന്റെ കൊട്ടാരം പോലത്തെ വീട്ടില് കണ്ണാടിയില്ലേ? അതോ കണ്ണാടി നോക്കുന്ന ശീലമില്ലേ? അതൊക്കെ ഉണ്ട്.
അതിലൊക്കെ ഞാൻ എന്നെ നോക്കുമ്പോ ചിലപ്പോ വരയം പുലി, ചിലപ്പോ സിംഹം, ചില സമയത്ത് കടുവേനെ ഞാൻ എന്റെ സ്ഥാനത്ത് കാണാറുണ്ടെന്നേ. അയ്യടാ തമാശയല്ലേ? ഇത് കേട്ട് ഞാൻ എന്താ താഴെ കമൽ നടച്ചു കിടന്ന് ചിരിക്കണോ? അയ്യോ അതെന്തായാലും വേണ്ട, ഡ്രസ്സിലൊക്കെ അഴുക്കാവും. നീ ഇപ്പൊ ഇതിന് എന്റെ പുറകെ ഫോളോ ചെയ്തു വന്നേ? വീട്ടില് നിന്റെ ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് മരിച്ചു കിടന്ന് സെലിബ്രേഷന്റെ ഒരുക്കങ്ങൾ നടത്തുക. അപ്പൊ അങ്ങോട്ടൊന്ന് വന്ന് നിന്റെ ചേച്ചിയെ സഹായിക്കണമെന്ന് തോന്നില്ല നിനക്ക്? അത് പിന്നെ ഞാൻ എനിക്കൊരു കൂട്ടാവും വിവേക്. നീ ചെന്ന് എന്റെ അനിയത്തി ചാരുവിനെ വിളിച്ചോണ്ട് പോവാന്നും പറഞ്ഞ് കാറിൽ നിന്ന് ഏട്ടത്തി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചേ. ഇതൊന്നും അറിയാതെ നീ ഇവിടെ കിടന്ന് തിളക്കല്ലേ? മേഘനേച്ചി എന്നോട് വരാൻ പറഞ്ഞോ? അത് നേരത്തെ പറഞ്ഞോടായിരുന്നോ? അത് വിട്ടിട്ട് മാങ്ങിയ തേങ്ങയെന്ന് പറഞ്ഞോണ്ടിരുന്ന? വന്നേ നമുക്ക് വേഗം പോവാം. വാ വിവേക്. ഞാൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞോ? ഓ, അപ്പൊ വിവേക് മനഃപൂർവ്വം നിന്നെ കള്ളം പറഞ്ഞു വിളിച്ചോണ്ട് വന്നതാ. എന്താ നീ കാണിച്ച്? ചേച്ചി വിളിച്ചു എന്തിനാ കള്ളം പറഞ്ഞ്? ഞാൻ പറഞ്ഞത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നീ ഒന്ന് നോക്കി ഇവിടെ എത്രമാത്രം പണിയുണ്ടെന്ന്. ഏട്ടത്തി ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഒരു കൈസഹായം ആവട്ടെ എന്ന് കരുതി. അതിന് സാറിന് എന്നോട് കള്ളം പറയേണ്ട കാര്യം എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങോട്ട് വരില്ലായിരുന്നോ? നോക്ക്, എന്നെ ചാടി കടിക്കാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. എന്റെ ഈ മേഖലയിടത്തേക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയ. ചേച്ചിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി നീ ഇങ്ങനെ ചെയ്ത് നിന്റെ വയറ് പല്ലുണ്ടാവില്ല. എന്താ നീ കാണിച്ചേ? കുറെ കളിപ്പിച്ച് വിളിച്ചോണ്ട് വരുന്നോ? ഈ ഫംഗ്ഷൻ നന്നായി അവസാനിച്ചു കഴിഞ്ഞാൽ വഴക്ക് കൂടാൻ നിനക്ക് 1 മണിക്കൂർ സമയം തരും. അതുവരെ മേടത്തെ സഹായിക്കും. ഓ വട്ട് കേസ്. വിവേക് കാണിച്ചത് മോശമായി പോയി ചേച്ചി. ചേച്ചിയുടെ മുഖത്ത് എന്തൊരു തെളിച്ചോ? അത് വിടിച്ചാരു, ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കണ്ടപ്പോ വിളിച്ചോണ്ട് വന്നതായിരിക്കും. പാവം, അവൻ നല്ല പയ്യനാ. നല്ലവനൊന്നും അല്ല ചേച്ചി, മൂശേട്ടയാ. ശരി, എന്തായാലും നീ വന്നല്ലോ, എന്നെ ഒന്ന് സഹായിക്കാൻ നോക്കിയേ. ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പതിയെ പോവാം. ശരി ചേച്ചി. അയ്യോ, ചെറിയമ്മ പെട്ടെന്ന് വരാൻ പറഞ്ഞായിരുന്നു. ലേറ്റ് ആയ എന്റെ കാര്യം തീർന്നു. നീയായിരുന്നോ? മാറി നിൽക്കുന്നുണ്ടോ? ഒന്ന് അളിയാന്ന് വിളിക്കടാ എന്റെ കുഞ്ഞളിയാ. ഞാനൊന്നും വിളിക്കൂല. ഞാൻ നിന്റെ അളിയൻ തന്നെയാടാ. നീ എന്റെ അളിയനൊന്നുമല്ല, മിഥുനേട്ടനാണ് എന്റെ അളിയൻ. ഞാൻ പോട്ടെ, മാറി നിക്ക്. അവസാനമായിട്ട് നിന്നോട് ചോദിക്കാം, ഒരു തവണ എന്നെ ഒന്നളിയാന്ന് വിളിക്കുമോനെ? ഞാൻ വിളിക്കില്ല. നിക്കടോ. എന്നെ വിട്. എന്നെ വിടാൻ.
മെസ്സേജ് അയച്ചിട്ട് മിഥുനെ ഇവിടെ കാണുന്നില്ലല്ലോ. മദാമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം മാറിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, മറിച്ച് എന്നോട് എനിക്ക് സഹതാപം തോന്നുക. ആ മേഘനയെ കാണുമ്പോ അസൂയയുണ്ട്. അതെന്തിനാണോ? ഡെക്കറേഷനില് പൂക്കളുടെ ഐഡിയ ചോദിച്ചപ്പോ നിന്റെ ഐഡിയ ആയിട്ട് എന്റെ ഐഡിയ മാച്ച് ചെയ്തില്ല. പക്ഷെ അവള് പറഞ്ഞത് മാച്ച് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ദാറ്റ്സ് ഓക്കേ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചില കോയിൻസിഡൻസ് ഉണ്ടാവില്ലേ? എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. നിന്റെ ആ സങ്കടം മാറ്റാൻ വേണ്ടി ഞാനൊരു മന്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഓം മിഥുനായ നമഃ. എന്താ ഇത്? കണ്ണടച്ചു പിടിച്ചാ പറയാം. ഓക്കെ. ഞാൻ പറയുന്നത് വരെ കണ്ണ് തുറക്കാൻ പാടില്ല. ഓക്കെ. ഇനി കണ്ണു തുറന്നു നോക്ക്. വാവ്,